എല്ലാവർക്കും ഫോൺ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സെയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡിവൈസസിൽ ഒരെണ്ണം, അതായത് നമ്മുടെ നത്തിങ് ഫോൺ 1. സോ ഇപ്പം നമ്മുടെ 8GB 128GB ബ്ലാക്ക് കളറാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ മാക്സിമം നത്തിങ് ഫോൺ 1 ജസ്റ്റ് 4000 രൂപ അടുത്തടച്ചാൽ മതി. ബാക്കി 28000 രൂപയും സൂപ്പർ കോയിൻ വെച്ച് മാത്രം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ S21 ഈ രണ്ട് ഫോൺസിലും ജസ്റ്റ് 4000 രൂപയോ മറ്റോ അടച്ച് ബാക്കി മൊത്തം സൂപ്പർ കോയിൻ വെച്ച് റിഡീം ചെയ്യാം. അപ്പോൾ റിയൽമി 9 Pro Plus വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 500 സൂപ്പർ കോയിൻ മാത്രമേ റിയൽമി 9 Pro Plus ഉള്ളൂ. ഇതൊക്കെയാണെങ്കിൽ നല്ല രീതി. അപ്പോൾ സൂപ്പർ കോയിൻ ഉള്ളവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫ്ലിപ്കാർട്ട് എക്സ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ മാക്സിമം ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ക്രെഡിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്തെടുക്കുക. പിന്നെ ICICI എക്സ് ബാങ്കും നോർമൽ ക്രെഡിറ്റ് കാർഡ് ഓക്കെയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ 31,999 ഓഫർ റേറ്റിലായാലും ഈ കാർഡ്സ് ഉള്ളവർക്ക് ആണെങ്കിൽ അടിപൊളി. ഈ ഒരു പ്രൈസിങ് ഫോൺ 1 എത്രത്തോളം വെർത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ക പ്രീമിയം ഒരു iPhone 12 ഒക്കെ ആയി പിടിച്ച ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെ തിക്നസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 8.4 mm ആണ് തിക്നസ് വരിക. ആൻഡ് വെയിറ്റ് അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 194 grams ആണ് വെയിറ്റ് വരുന്നത്. ബാക്കിൽ കോഡിംഗ് ഗോറില്ലാസ് 5 വരുന്നുണ്ട്, ഫ്രണ്ടിൽ കോഡിംഗ് ഗോറില്ലാസ് 5 വരുന്നുണ്ട്. സോ ഒരു പ്രീമിയം ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് വേണം പറയാൻ. ആൻഡ് ഇൻ ഹാൻഡ് ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒബ്വിയസ്ലി ഫ്രാങ്ക് ആയിട്ട് പറയാം. ബിക്കോസ് ഈ ഗ്ലാസ് ലാബിൽ പിടി, അത് ഒബ്വിയസ്ലി ഐഫോൺസ് മിക്കതും ആ ഒരു ടൈപ്പിൽ വന്നാണ്. ഐഫോൺസിനും എനിക്ക് ഇൻ ഹാൻഡ് ഫീൽ ഇഷ്ടം, പക്ഷേ കേസ് വിടുവാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ലാബ് ഒരു കർവ്ഡ് ഒക്കെ വന്നാലാണ്, ദാറ്റ് മീൻസ് ബാക്ക് ഗ്ലാസ് ആണെങ്കിലും കർവ് ചെയ്ത് വന്നാലും നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. സോ ഇൻ ഹാൻഡ് ഫീൽ ഉള്ള അത് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ബാക്കി എല്ലാം കൊണ്ട് പിന്നെ IP53 റേറ്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും അടിപൊളിയാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ. നെക്സ്റ്റ് ഡിസൈൻ ആസ്പെക്റ്റിൽ ഒരു കാര്യം പറയാനുണ്ട്. സോ നമ്മൾ യൂഷ്വലി ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമ്മളായിട്ട് യൂണിക്നെസ് ഫീൽ ചെയ്ത്, മീൻസ് അത് ഇതിൻ്റെ ഫോണാണ് അല്ലെങ്കിൽ അത് എന്നെ ഫോണാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ. പക്ഷേ ഇത് കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് നത്തിങ് ഫോൺ വേണം. അങ്ങനെ ഒറ്റയടി ഒരു യൂണിക്നെസ് പാറ്റേൺ, ദാറ്റ് മീൻസ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് ഉള്ള കാരണം ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജെറി ഗേവരിത്തിങ് അദ്ദേഹമൊക്കെ ഫോൺ റിപ്പ് ഓഫ് ചെയ്തിട്ട് അദ്ദേഹം ട്രാൻസ്പെറൻറ്റ്, ദാറ്റ് മീൻസ് എക്സാക്ട് കമ്പോണൻസിന് ട്രാൻസ്പെറൻറ്റ് കേസ് ഇടും. അങ്ങനെ കുറേ വെൻഡേഴ്സ് ഉണ്ട് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കേസ്. സോ ഇത് അതൊന്നും ഇല്ലാണ്ട് പ്യുവർലി ആ ഒരു ട്രാൻസ്പെറൻറ്റ് പ്രൊഫഷണലിസം രീതിയിൽ ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര ടെക് എന്തൂസിയസ്റ്റിനൊക്കെ ചിലർക്ക് ആയിട്ടുള്ള ഈ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. ചിലർക്ക് ന്യൂട്രൽ ഫീലിംഗ് ആയിരിക്കും, ചിലർക്ക് ഇഷ്ടം. പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. പിന്നെ ഗ്ലിഫ് ഇൻ്റർഫേസിനുള്ള കാരണം ഓവറോൾ എനിക്ക് ഡിസൈൻ വൈസ് എനിക്ക് ഫോൺ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ആണ് നത്തിങ്ങിൻ്റെ മെയിൻ ഹൈപ്പ്, അതായത് ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ബാക്കിൽ തീരുണ്ടാവും. ഇതിങ്ങനെ നമ്മൾ റിംഗ് ടോൺസ് ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഹൈപ്പായിരുന്നു ഏറ്റവും കൂടുതൽ നത്തിങ് ഫോൺ വന്നൊരു ഹൈപ്പ്. ദാറ്റ് മീൻസ് ഈ ബാക്ക് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു രസമുണ്ട്. ഓക്കെ, സോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം ഫീച്ചർ ഫ്ലിപ്ഡ് ഗ്ലിഫ്സ് എന്ന ഫീച്ചർ. ദാറ്റ് മീൻസ് നമ്മൾ ഫോൺ നോർമൽ, ദാറ്റ് മീൻസ് നോർമൽ മോഡിൽ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൺ കമത്തി ഇടുമ്പോൾ വയ്ക്കുമ്പോൾ തന്നെ ഫ്ലിപ്ഡ് ഗ്ലിഫ് ആക്ടിവേറ്റ്. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ സൈലൻറ്റ് മോഡിൽ പോവുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും കോൾസോ നോട്ടിഫിക്കേഷൻ ഈ ലൈറ്റ് മാത്രം മിന്നിക്കൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല ഈ താഴത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ആയിട്ടൊക്കെ അങ്ങനത്തെ ലൈറ്റ് യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഗിമിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർലി ഗിമിക്കല്ല, എന്നാലും ഒരു 50% ഇതിനായിട്ട് വേണ്ടി മാത്രം എടുക്കാനുള്ള ഒന്നുമില്ല. അത് നമുക്ക് ചാർജിങ് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കൂടെ കാണാൻ പറ്റുമല്ലോ. അത് വലിയ സംഭവമൊന്നുമില്ല. ഞാൻ സ്റ്റിൽ ഓക്കെ, ഒന്ന് മിനിറ്റിലേക്ക് അടക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നത്തിങ് ഫോൺ 1 ഡിസ്പ്ലേ 6.55 ഇഞ്ചാണ് നമുക്ക് ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ആൻഡ് ചിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ചിഹ്നം ഭയങ്കര മിനിമൈസ്ഡ് ആണ്, പക്ഷേ എല്ലായിടത്തും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചിഹ്നമാണ്. ദാറ്റ് മീൻസ് ഈ താഴെയും ലെഫ്റ്റ് റൈറ്റും ടോപ്പും ഒക്കെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഒരു പെർഫെക്റ്റ് ബാലൻസ് പിടിച്ചിട്ടുണ്ട് അവർ ചിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ ലെഫ്റ്റിൽ ഭയങ്കര ചെറുതായിട്ടാണ് ആ 16MP പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ടഡ് ആണ്. പിന്നെ 1 ബില്യൺ കളർ റീപ്രൊഡക്ഷൻ ഉണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്, 1 ബില്യൺ കളർ റീപ്രൊഡക്ഷൻ. സോ നമുക്കൊരു വീഡിയോ പ്ലേ ബാക്ക്, അത് കറക്റ്റ് സ്പെക്ക് ഓൺ പേപ്പർ ഡസൻ മാറ്റർ ഓൺ റിയൽ ലൈഫ്. സോ ഗൈസ്, നമ്മുടെ നത്തിങ് ഫോൺ 1 ഡിസ്പ്ലേ 6.55 ഇഞ്ച് 402 ppi ഫുൾ HD ആണ് തന്നെ. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൈബ്രൻ്റ് ഡിസ്പ്ലേ ആണ്. ദിസ് മീൻസ് നമ്മുടെ IQ വിവോ ഒക്കെ പോലെ ഭയങ്കര ഓവർ വൈബ്രൻ്റ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം വൈബ്രൻ്റ് ഡിസ്പ്ലേ ഒക്കെയാണ്. ഡിസ്പ്ലേനെ കുറിച്ച് ബാഡ് ഒന്നും പറയാനില്ല. ഓക്കെ, അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. പിന്നെ OLED ആയിരുന്നു, അതിൻ്റെ കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഭയങ്കര വൈബ്രൻ്റ് ആണെന്ന് വെച്ചാൽ ആ വൈബ്രൻസി, ദാറ്റ് മീൻസ് നമ്മുടെ IQ വിവോ റിയൽമി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വൈബ്രൻ്റ് അല്ല ഡിസ്പ്ലേ. ബട്ട് ഓവറോൾ ഇഫ് യു ആസ്ക് മീ ഹൗ ഇസ് ഡിസ്പ്ലേ, ഇറ്റ്സ് എ നൈസ്. നമ്മുടെ നത്തിങ് ഫോൺ 1 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നമുക്ക് ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഓഡിയോ ക്വാളിറ്റി ഒന്നൊരു ഇഷ്യൂ ഇല്ല. അത്യാവശ്യം ലൗഡ്നെസ് ഉണ്ട്, സ്റ്റീരിയോ എഫക്റ്റ് ഉണ്ട്, ഇമേഴ്സീവ്നെസ് ഉണ്ട്, ക്വാളിറ്റിയും കൊള്ളാം. ഒരു ബാഡ് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓഡിയോ എക്സ്പീരിയൻസ് വാസ് നൈസ്. നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 778G+ ആണ് കൊടുത്തിരിക്കുന്നത്.
ദാറ്റ് മീൻസ് 20K സെഗ്മെന്റിൽ വരുന്ന പ്രൊസസ്സർ. സിംപ്ലി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. 20K സെഗ്മെന്റിൽ വരുന്ന പ്രൊസസ്സറാണ് നമ്മുടെ ഈ 30K. ഇപ്പോൾ ഓഫർ ഉണ്ട്, എന്നാലും 32K 33Kയിലുള്ള ഈ ഫോണിന് കൊടുക്കുന്നത്. സോ അതെന്തായാലും എനിക്കൊരു ജസ്റ്റിഫിക്കേഷനുള്ള ഒരു പോയിന്റ് തോന്നുന്നില്ല. പക്ഷേ അവരതിന് പകരം അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രീമിയംനെസ് കയറ്റിയിട്ടുണ്ട്. ബാക്കി ഒരു ഫോൺസ് ഈ ഒരു സെഗ്മെന്റിൽ വരാത്ത ഫീച്ചേഴ്സ് വരെ, ദാറ്റ് മീൻസ് വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, അതേപോലെ തന്നെ IP53 റേറ്റിംഗ്. IP53 ഒക്കെ പോക്കോ ഫോറിനൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ CG5 ഫ്രണ്ട് ആൻഡ് ബാക്ക് വയർലെസ് ചാർജിങ് അതൊക്കെ കൊടുത്ത് അവർ ജസ്റ്റിഫൈ ചെയ്തേക്കുവാണ് ആ പ്രൊസസ്സർ. ഓക്കെ, ആൻഡ് പ്രൊസസ്സറിന് വരുമ്പോൾ 778G+ മൾട്ടിമീഡിയ നോർമൽ യൂസർ, ഒരു ആവറേജ് ഹെവി എൻഡ് യൂസറിന് വരെ ഓക്കെ ആയിട്ട്. പക്ഷേ ഗെയിമേഴ്സ് ആണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് ആ ചിപ്പ് എന്ന് പർട്ടിക്കുലർ പറയും. ഗെയിമർ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ആ ചിപ്പ് പോരാ. ഐ വുഡ് റെക്കമെൻഡ് 870 ആണ് ഞാൻ എടുക്കുള്ളൂ. ഇനി ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു നോർമൽ യൂസർക്കാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. ഗെയിമർ ജസ്റ്റ് ഓക്കെ പെർഫോമൻസ് ആയിരിക്കും തരുള്ളൂ, അല്ലാണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഓക്കെ പെർഫോമൻസ്, ചെറുതായിട്ട് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവും, ഒരു 30 മിനിറ്റ് അടുത്ത് വരുമ്പോൾ ലൈറ്റ് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവും. സോ നോട്ട് ഫോർ ഗെയിമേഴ്സ് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക iQ Neo 6 അല്ല, Realme GT Neo 3T നമ്മുടെ ലേറ്റസ്റ്റ് നാളെയാണ് 23 അതെടുക്കുക ഡയറക്റ്റ് ആയിട്ട്. ഇനി നത്തിങ് ഫോൺ 1ന്റെ അഡോണ്ട് ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ 5,47,000 ആണ് നമുക്ക് ടോട്ടൽ സ്കോർസ് വന്നിരിക്കുന്നത്. CPU 1,55,000 വന്നിട്ടുണ്ട്, GPU 1,68,000 വന്നിട്ടുണ്ട്, മെമ്മറി 1 lakh വന്നിട്ടുണ്ട്, UX 1,19,000 വന്നിട്ടുണ്ട്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹൈപ്പ് ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഫ്രം ദ 34 ഡിഗ്രി സെൽഷ്യസ് 39 ഡിഗ്രി വരെ ഹൈപ്പ് ആയിട്ടുണ്ട്. ആൻഡ് 3% ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ക്വിക്കായിട്ട് സ്റ്റോറേജുകൾ നോക്കാം. സോ LPDDR5 ആൻഡ് UFS 3.1 ആണ് നമുക്ക് നമ്മുടെ നത്തിങ് ഫോൺ 1 വരിക. സോ എത്ര സ്കോർസ് എബവ് 50 വുഡ് ബി ഫൈൻ, അടിപൊളിയായിരിക്കും 50 ഒക്കെ ആണെങ്കിൽ. ഓക്കെ, 58,000 ആണ് നമുക്ക് സ്കൂൾസ്. സോ ഓക്കെയാണ്. LPDDR5 ആൻഡ് UFS 3.1 പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ വാമിൻ്റെ കാര്യം അത് പറയാൻ വിട്ടുപോയി. സോ ഗെയിം കളിക്കുമ്പോൾ ഒബ്വിയസ്ലി വാം ആകുന്നുണ്ട്. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാമായി തുടങ്ങും, ഒരു 42 ഡിഗ്രി വരെ എത്തുന്നുണ്ട്. ആൻഡ് ഔട്ട്ഡോർ ക്യാമറ യൂസേജിന് വാമാവുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഇൻഡോർ ക്യാമറ യൂസേജ് അങ്ങനെ വലിയ ഫീൽ ചെയ്യും. പക്ഷേ ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാം വാമാവും, അല്ലാണ്ട് ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഒന്നും തോന്നിയില്ല. നോർമൽ യൂസും ലൈറ്റ് ഗെയിമിങ്ങും ഓൾറൗണ്ടറായിട്ടൊരു ഓക്കെ ആണ്. സോ പക്ഷേ ഗെയിമറിനല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. യൂഷ്വലി എല്ലാ ഫോണിലും ചുമ്മാ പടപടയായാലും ഫിംഗർ പ്രിന്റ് അടിപൊളിയാണ്, ഫേസ് റെക്കഗ്നിഷൻ അടിപൊളി, അങ്ങനെയാണ് യൂഷ്വലി എല്ലാം നല്ലതായിരുന്നു. എല്ലാ ഫോൺസും അട്ടിയനുസരിച്ച് ചെക്കുന്നത് ഒന്നും ബാഡ് പറയേണ്ട, ഒന്ന് ഞെക്കുമ്പോൾ വല്ലോ സ്ലോ ആയാലും അല്ലെങ്കിൽ റെക്കഗ്നിഷൻ ഇച്ചിരി ഒരു സെക്കൻഡ് സ്ലോ ആയാലൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് റെക്കഗ്നൈസ് ആവാണ്ടിരിക്കുക, രജിസ്റ്റർ ആവാണ്ടിരിക്കുക, അങ്ങനെ ഒരു ഇഷ്യൂസേ വരാറില്ല. പക്ഷേ നമ്മുടെ നത്തിങ് ഫോൺ 1ന്റെ ഫേസ് റെക്കഗ്നിഷൻ രജിസ്റ്റർ ആവണമെങ്കിൽ ഇച്ചിരി മല്ലാണ്, എന്നാൽ ഇച്ചിരി ടൈം എടുക്കും രജിസ്റ്റർ ആവാൻ തന്നെ. അത് നമ്മുടെ ആംഗിളൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്താലാണ് അത് ഫേസ് കറക്റ്റ് രജിസ്റ്റർ ആവുള്ളൂ. അതേപോലെ അൺലോക്ക് ചെയ്യുന്ന സമയത്തും ഫേസ് ചെറിയ ഇഷ്യൂ, ഇടയ്ക്കൊന്നും പക്കെട്ട് സെറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ചില സമയത്ത് ഇച്ചിരി റിലയബിലിറ്റി കുറവാണ് ഫേസ് റെക്കഗ്നിഷൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്കയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ഒരു 10 സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 സിനാരിയോയിൽ ഇഷ്യൂ വരുന്നുണ്ട്. യൂഷ്വലി എല്ലാം ബാക്കി മിക്ക ഫോൺസും ടെസ്റ്റ് ചെയ്ത് 10 സിനാരിയോ 10 ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതൊരു 10 അതിലൊരു 3 ഇഷ്യൂ വരുന്നുണ്ട്. പ്രിന്റ് സ്കാനർ പക്ക ഫൈനാണ്, ഫാസ്റ്റ് ആണ് കേട്ടോ, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ്. സോ ഓൾറെഡി ഗ്ലിഫ് ഇന്റർഫേസിന് ഒരു ഗിമിക്ക് ഉള്ള കാരണം തോന്നുന്നു ഇവർ എന്തെങ്കിലും ക്യാമറയിൽ 2 MB മാക്രോ എന്ന് വെച്ചിട്ട് ഗിമിക്ക് ആക്കിയിട്ടില്ല. സോ ഒരു 50 MB ഡുവൽ ക്യാമറാസ് ആണ് വരുന്നത്. ആ മെയിൻ 50 MB എന്ന് വെച്ചാൽ നല്ലവനായി ഉണ്ടായത് നമ്മുടെ സോണി MX766 ആണ്. എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സോണി MX766. അതാണ് നമ്മുടെ മെയിൻ ക്യാമറ. പിന്നെ ഒരു 50 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. സോ റിലയബിലിറ്റി ഉണ്ട്. അൾട്രാ വൈഡിൽ നിന്ന് നമ്മുടെ നോർമൽ സ്വിച്ച് ചെയ്യുമ്പോൾ ചെറിയ വളരെ ലൈറ്റ് വേരിയേഷനൊക്കെ ഉള്ളൂ. നോർമലിൽ സാധാരണ ഇപ്പോൾ മിക്ക ഫോൺസും iQ Neo 6, Vivo V25 Pro, GT2 ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ 1x എടുക്കുന്ന ഷോട്ട് അടിപൊളിയായിരിക്കും. നേരെ അൾട്രാവൈഡ് വന്ന് ഡീറ്റെയിലിംഗ് ഭയങ്കര ഡിഫറൻസ് ഫീൽ, രണ്ട് ഫോൺ എടുത്ത പോലെ ഫീൽ ചെയ്യും. ബിക്കോസ് അൾട്രാവൈഡൊക്കെ 8 MB, പക്ഷേ ഇതിൽ അൾട്രാവൈഡും നമ്മുടെ 50 MB ഉള്ള നല്ല റിലയബിൾ ഷോട്ട്സ് ആണ്. നമ്മുടെ 50 MB നോർമൽ വണ്ണും 50 MB അൾട്രാവൈഡ് ആയിരുന്ന റിലയബിൾ ആണ്, 2 ഷോട്ട്സും റിലയബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് റിയർ ക്യാമറക്ക് OIS വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 16 MB ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. ക്യാമറ വൈസ് ഓക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ക്യാമറ സാമ്പിൾ അനലിറ്റിക്സ് നോക്കാം. സോ ഗൈസ്, നമ്മുടെ നത്തിങ് ഫോൺ 1ന്റെ ക്യാമറ സാമ്പിൾസ് ആണ്. സോ ഒറ്റയടിക്ക് പറയാനെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ ലൈക്ക് പ്രോസസ്സിംഗ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഭയങ്കര ഓവർ സാച്ചുറേറ്റഡ് ഇമേജസ് ഒന്നും അല്ല, ഒരു നാച്ചുറൽ കളർ ടോൺസ് മെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ടാണ്. സോ നാച്ചുറൽ കളർ ടോൺസ് പ്രിഫർ ചെയ്യണവർക്ക് അടിപൊളിയായിരിക്കും കണ്ടോ. പിന്നെ ഇതാണ് പറഞ്ഞാൽ എൻ്റെ ഈ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, കാരണം ലൈറ്റ് അവിടെ നിന്ന് വന്ന സിറ്റുവേഷൻ ആയപ്പോൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് HDR ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ട അനദർ ഷോട്ട് ഇച്ചിരി ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട് ആയാലും പക്ക എടുത്തിട്ടുണ്ട്. വേറെ പറഞ്ഞു അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ 50 MB എടുത്ത ഷോട്ടാണ് കണ്ടോ, അത്യാവശ്യം ക്ലോസ് ടു ഫോക്കസ് ആണ്, നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടും ഡീറ്റെയിലിംഗ് മിസ്സിംഗ് ഒന്നും ആവണില്ല കണ്ടോ, അത്യാവശ്യം കൊള്ളാം. അനദർ ക്ലോസപ്പ് പോർട്രേറ്റ് അടിപൊളിയായിട്ടുണ്ട്.
പക്ഷെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാലും കളേഴ്സൊക്കെ ഒരു എങ്ങനെയാണോ നാച്ചുറലായിട്ട് എടുക്കുന്നത് ആ ഒരു കളേഴ്സ് ഭയങ്കര ഒരു നാച്ചുറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സാണ്. ഒട്ടും വൈബ്രൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു ഐഫോൺ ലൈക്ക് പ്രോസസ്സിംഗ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ വൈബ്രൻ്റ് ആയിട്ടുള്ളവർക്ക്, വൈബ്രൻ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് iQ6 റിയൽമി GT20 ഒക്കെ പ്രോസസ്സിംഗ് ആയിരിക്കും നല്ലത്. ഇത് ഇച്ചിരി നാച്ചുറൽ കളർ ടോൺസ് ഇഷ്ടമുള്ളവർക്കായിരിക്കും ഒബ്വിയസ്ലി നമ്മുടെ നത്തിങ് ഫോൺ 1 ഇഷ്ടപ്പെടുക. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓവർ വൈബ്രൻ്റ് അല്ലെന്നേ ഉള്ളൂ, ഓവറോൾ നൈസാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓക്കെ, ഫ്രണ്ട് ക്യാമറ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, ഉണ്ടോ കൊള്ളാം. ഷോർട്സൊക്കെ ഓക്കെയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ വീഡിയോ സൊല്യൂഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷെയ്ക്ക് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഷെയ്ക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വീഡിയോയ്ക്ക് നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്ലോ ആയിട്ട് നടക്കുമ്പോൾ തന്നെ ഇച്ചിരി ഫസ്റ്റ് ആയിട്ട് നടന്നാൽ തന്നെ ഷെയ്ക്ക് വരുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് 108 30 FPS സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ നോക്കിയാണ് ചില ഉണ്ടോ. റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ പിന്നെയും കുഴപ്പമില്ല. ഇൻ ക്യാമറ നല്ല രീതിയിൽ ഓടിയപ്പോഴാണ് ചെറിയൊരു ഷേക്ക് വന്നത്, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ. സോ ഓവറോൾ ക്യാമറ വൈസ് റിയർ ക്യാമറയുടെ വീഡിയോ ഓക്കെയാണ്. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോയിൽ ആ ഒരു സ്റ്റെബിലൈസേഷൻ്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ക്യാമറ വൈസ് നാച്ചുറൽ കളർ ടോൺസിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ പക്കയാണ് ക്യാമറ. നമ്മുടെ നത്തിങ് ഫോൺ 1 ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണ്. 1080p at 30 FPS. ആൻഡ് ഞാൻ ചെറിയ രീതിയിൽ നടക്കാം, ഇച്ചിരി സ്പീഡ് നടക്കാം. ചെറിയ രീതിയിൽ ഷേക്ക് ഉണ്ട്, പക്ഷേ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെറിയ ഷേക്ക് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, ബാക്കിൽ നിന്ന് ലൈറ്റ് വന്ന ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ നോക്കാം. ഉണ്ടോ, വലിയ സീനില്ല, അത്യാവശ്യം നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ നത്തിങ് ഫോൺ 1 ഫ്രണ്ട് ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ. UI പാവും അടിപൊളി. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് വേണമെന്നുള്ളവർക്ക് കട്ടക്ക് ഡയറക്റ്റ് എടുക്കാവുന്ന ഒരു ഫോണാണ്. ബ്ലോട്ട് വെയർസ് ഇല്ല, അങ്ങനെ അനോയിങ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഫീച്ചേഴ്സും ഭയങ്കര മിനിമലൈസ്ഡ് ആണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൺ ടച്ച് OS 1 UI ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചർ ഭയങ്കര കുറവാണ്. ഈവൻ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, ആ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ഇല്ല, അതുപോലും നമുക്ക് ഇതിനകത്ത് നത്തിങ് ഫോൺ 1 മിസ്സിംഗ് ആണ്. സോ മേക്ക് ഷുവർ അതൊന്നും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്സ് ഉപയോഗിച്ചിട്ട് ഒബ്വിയസ്ലി ഇതൊക്കെ സിമ്പിളായിട്ട് കിട്ടാവുന്നുള്ളൂ. ബട്ട് സ്റ്റോക്കായിട്ട് വന്ന ഫീച്ചേഴ്സാണ്, യൂഷ്വലി എല്ലാ ഫോൺസിലും വന്ന ഫീച്ചേഴ്സാണ്. അത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സിനകത്ത് ജസ്റ്റർ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളിനകത്ത് മിസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് ഈ ജസ്റ്റർ കൊണ്ട് ഡ്രോ ചെയ്യുമ്പോൾ ഒരു ആപ്പ് ഇട്ട് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് ചിലരൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UI സൈഡിൽ ഞാൻ ഇച്ചിരി ഫീച്ചർ റിച്ച് ആണ് എനിക്ക് പേഴ്സണലി. ഞാൻ 1 UI ആണ് എൻ്റെ ഫേവറേറ്റ്. അത് എനിക്ക് കുറച്ചുകൂടി ഫീച്ചർ റിച്ചും വേണം. ഓക്കെ, അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ അടിപൊളി. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് 1 UI ആണ്. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടമുള്ളവർക്ക് ഡയറക്റ്റ് ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുവാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരിക. അതേപോലെ 33 വാട്ട് അഡാപ്റ്റർ വരുന്നുണ്ട്. ഒരു 50% ഒരു 30 മിനിറ്റിലാവും. പിന്നെ 15 വാട്ട് വയർലെസ് ചാർജിങ്ങും 5 വാട്ട്, ദാറ്റ് മീൻസ് നിങ്ങളുടെ ബഡ്സോ വാച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയും അടിപൊളിയാണ്. ദാറ്റ് മീൻസ് ആ പ്രീമിയം സെഗ്മെന്റ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിനകത്തൊരു ഒരാൾ നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ Pixel 6a വേഴ്സസ് നമ്മുടെ നത്തിങ് ഫോൺ 1 ഏതാ ചൂസ് ചെയ്യാൻ. ഒബ്വിയസ്ലി കണ്ണ് പഠിച്ച നത്തിങ് ഫോൺ 1 എടുക്കുള്ളൂ. Pixel 6യുടെ ഫസ്റ്റത്തെ ഇഷ്യൂ പറയാം, 60 Hz ഡിസ്പ്ലേ. ഇത് 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്, 60 Hz ഡിസ്പ്ലേ. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് CG5 ആണ് അതിൻ്റെ. മറ്റേത് ഫ്രണ്ടിൽ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ CG3 കോഡിങ്ങുള്ള 3 ആണ് വന്നേക്കുന്നത് ഫ്രണ്ടിൽ. പിന്നെ ഇത് ഗ്ലാസ് ബാക്ക്, അത് പ്ലാസ്റ്റിക് ബാക്ക് ഉള്ളൂ. പിന്നെ ഗൂഗിൾ ടെൻസർ നല്ല വാമുള്ള ചിപ്പാണ്. വാം ചെയ്ത് ക്യാമറ ഓഫായി പോകും, ആ രീതിയിൽ വാമുണ്ട്. നല്ല രീതിയിൽ വാമുണ്ട്, നല്ല രീതിയിൽ ഒപ്റ്റിമൈസേഷൻ വന്ന് ശരിയാവുമായിരിക്കും. പക്ഷേ നല്ല രീതിയിൽ കറൻ്റ്ലി നല്ല രീതിയിൽ വാമുണ്ട്. പിന്നെ സ്ലോ ചാർജിങ് ആണ്. പിന്നെ ക്യാമറയും UI ഒന്നും പറയാനില്ല, പക്കയാണ് ക്യാമറ. ഈവൻ ഞാൻ പറയും ഇതിനേക്കാളും ഇച്ചിരി സ്ലൈറ്റ്ലി ബെറ്റർ അത് തന്നെയാണ് ക്യാമറ വൈസ് ഞാൻ പറയും. പക്ഷേ ബാക്കി കാര്യങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ഒബ്വിയസ്ലി Pixel 6 വേഴ്സസ് ഇത് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നത്തിങ് ഫോൺ 1 തന്നെ ചൂസ് ചെയ്യാം. സോ ആൻഡ് ഫൈനൽ വെർഡിക്റ്റ്, ഈസ് ഇറ്റ് വർത്ത് ഗെയിമർ അല്ലെങ്കിൽ പക്കാ വർത്ത്. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ച നല്ല ഗെയിമർ. ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, ഒരു
അരമണിക്കൂർ വരെ നോക്കുള്ളൂ. അരമണിക്കൂർ വരെ ഗെയിം കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ച കോൾ ഓഫ് ഡ്യൂട്ടി ഒരു സീസൺ പോലെ കളിച്ച് ഇങ്ങനെ വന്നത് ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ ഉള്ളവർ ഉദ്ദേശിച്ച് നല്ല ഇത് BGMI ഒക്കെ കളിച്ച് വന്നവരൊക്കെ അങ്ങനത്തെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എടുക്കാണ്ട. വാമും ഫ്രെയിം ഡ്രോപ്സ് ഒരു രസമില്ല കളിക്കാനായിട്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാവർക്കും അടിപൊളിയായിരിക്കും. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, എവരിതിങ് ഈസ് സൂപ്പർ ഇൻക്ലൂഡിംഗ് ദ ബിൽഡ് ആൻഡ് ഡിസൈൻസ്. ഓക്കെ, ദാറ്റ്സ് ഓഫ് ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.